Hi, it's me Habib Rahman and welcome back to Zod Online English Lessons. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം പഠിച്ചിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് ഇംഗ്ലീഷിൽ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് WH ക്വസ്റ്റ്യൻസ് ആണ്. രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിലുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. WH ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും. അതിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമ്മളുടെ ശീലങ്ങളെക്കുറിച്ച് ചോദിക്കുക എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ നെഗറ്റീവ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, മീനിങ് എന്താണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് ആൻസർ പറയേണ്ടത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കണം. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണ്? യെസ്, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് മീൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഒന്ന് വാട്ട് എന്നുള്ളതാണ്. വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലേ? യെസ്. ദെൻ വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ, ഒരു സമയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൻ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. എന്ന് എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ദെൻ വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ. യെസ്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട്, ഒരു കാരണം, ഒരു റീസൺ ചോദിക്കാനാണ് നമ്മൾ വൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് അല്ലേ? ആര്, ഒരു സംഭവം, ഒരാളെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ചോദിക്കാനാണ് നമ്മൾ ഹൂ ഉപയോഗിക്കുക. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്, ഒരു സാധനത്തെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഹൂസ്, ആരുടേത്. നമ്മളൊരു വസ്തു ആരുടേതാണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമൊക്കെ ആരുടേതാണ്, ആ രീതിയിലൊക്കെ ചോദിക്കാൻ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് എന്നുള്ളതാണ്. മോഡേൺ ഇംഗ്ലീഷിൽ ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല, എന്നിരുന്നാലും നമുക്കത് അറിഞ്ഞിരിക്കണം. അതുപോലെ ഉപയോഗിക്കുന്ന വെന്നിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വാട്ട് ടൈം എന്ന് പറയുന്നത്. വാട്ട് ടൈം എന്ന് പറഞ്ഞാലും എപ്പോൾ എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യുന്ന സമയമൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് വാട്ട് ടൈം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാറുള്ളത്. ദെൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് ഹൗ അല്ലെ? എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യില്ല, അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഹൗ ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇത് പലപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്, ഹൗ മച്ച് ആൻഡ് ഹൗ മെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം എന്നുള്ളതാണ്. ഒരു കാര്യം എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഹൗ മെനിയാണ് ഉപയോഗിക്കുക. എണ്ണാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് എത്രത്തോളം ഉണ്ട്, എത്ര എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹൗ മച്ച്. ശ്രദ്ധിക്കുക, കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ അഥവാ എണ്ണാൻ പറ്റുന്നതിൻ്റെ കൂടെ ഹൗ മെനിയും, അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ അഥവാ എണ്ണാൻ പറ്റാത്തതിൻ്റെ കൂടെ ഹൗ മച്ചുമാണ് ഉപയോഗിക്കുക. പിന്നെ വരുന്നതാണ് ഹൗ ഫാർ ആൻഡ് ഹൗ ലോങ്. ഇതും സാധാരണഗതിയിൽ മലയാളികൾ തെറ്റിദ്ധരിച്ച മീൻസ് അല്ലെങ്കിൽ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹൗ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും പറയൽ എത്ര ദൂരം എന്നുള്ളതാണ്. അത് ശരിയല്ല. ഹൗ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം അഥവാ എത്ര സമയം എന്നുള്ളതാണ്. എത്ര ദൂരം എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ഹൗ ഫാർ എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കണം, പല ആളുകളും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ ആണ് ഹൗ ഓഫൺ. ഇത് മലയാളികൾ അധികം മീൻസ് ഉപയോഗിക്കാറില്ല, പക്ഷേ ഇംഗ്ലീഷുകാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ഓഫൺ. നമ്മളൊരു കാര്യം എത്ര തവണ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം, അതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹൗ ഓഫൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് വേർഡ്സ് വെച്ചിട്ട് നമ്മൾ ഹാബിറ്റ്സിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഓരോ ക്വസ്റ്റ്യൻ വേർഡ്സ് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ WH ക്വസ്റ്റ്യൻസ് അഥവാ നമുക്ക് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക എന്നുള്ളത് വളരെ ഈസിയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് അറിഞ്ഞാൽ മതി, ഓൾറെഡി നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ.
നമ്മൾ ഒരാൾ സിനിമക്ക് പോവാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? യെസ്, ഡു യു ഗോ ടു ദ സിനിമ. നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്നാണെങ്കിലോ? യെസ്, ഡു യു പ്ലേ ഫുട്ബോൾ. ഇപ്പൊ നമുക്ക് ഇതിനെ ആസ്പദമാക്കിയിട്ട് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഉണ്ടാക്കി നോക്കാം, വിച്ച് മീൻസ് WH ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. ഇപ്പോൾ നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ? അപ്പോൾ ഒരാൾ യെസ് ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട്, യെസ് വി പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞു അല്ലെ. ഡു യു പ്ലേ ഫുട്ബോൾ? യെസ് ഐ പ്ലേ ഫുട്ബോൾ. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരും, എവിടെയാണ് കളിക്കല്, എപ്പോഴാണ് കളിക്കല്, ആരുടെ കൂടെ കളിക്കല്, നിങ്ങൾ എന്തിനാ ഫുട്ബോൾ കളിക്കണേ, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, ഇപ്പോൾ നിങ്ങൾ സിനിമക്ക് പോകാറുണ്ടോ, ആരുടെ കൂടെ സിനിമക്ക് പോകാറ്, നിങ്ങൾ എവിടെ പോലെ, എപ്പോഴാണ് പോലെ, നിങ്ങൾ TV കാണലുണ്ടോ, ഏത് പ്രോഗ്രാമാണ് കാണല്, ഏത് ചാനലാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ എവിടുന്ന TV കാണല്, നിങ്ങൾ എന്നും TV മീൻസ് ആരുടെ കൂടെ TV കാണല്, ഒറ്റക്കാണോ അതോ ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ അതോ ഫാമിലിയുടെ കൂടെയാണോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കേണ്ടി വരും. എത്രമാത്രം TV കാണാറുണ്ട്, അതായത് എന്നും കാണലുണ്ട്, ഇടയ്ക്കിടയ്ക്കുള്ളൂ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വെൻ എന്ന് പറയുന്നത്. വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എപ്പോൾ. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് TV കാണാറുള്ളത്? ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് മുമ്പിൽ ഈ വെന്ന് കൊടുന്ന് വെച്ചാൽ മതി. നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഡു യു പ്ലേ ഫുട്ബോൾ. എപ്പോഴാണ് ഫുട്ബോൾ കളിക്കൽ? വെൻ ഡു യു പ്ലേ ഫുട്ബോൾ. ഈസി അല്ലേ? വെൻ ഡു യു റീഡ് ന്യൂസ് പേപ്പർ. നിങ്ങൾ എപ്പോഴാണ് പത്രം വായിക്കാറുള്ളത്? വെൻ ഡു യു വാച്ച് TV. നിങ്ങൾ എപ്പോഴാണ് TV കാണാറുള്ളത്? വെൻ ഡു യു ഗോ ടു ദ സിനിമ. നിങ്ങൾ എപ്പോഴാണ് സിനിമക്ക് പോവാറുള്ളത്? ഇറ്റ്സ് വെരി ഈസി. നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ആ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് മുന്നിൽ വെൻ ഒന്ന് കൊടുന്ന് വെക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഇതേ മീനിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ടൈം എന്ന് പറയുന്നത്. വെന്നിന് പകരം നമുക്ക് വാട്ട് ടൈം ഉപയോഗിക്കാം. ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് ലെസണിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ വെന്നിന് പകരം നമുക്ക് ഉപയോഗിക്കാം വാട്ട് ടൈം ഡു യു ഗെറ്റ് അപ്പ്, വാട്ട് ടൈം ഡു യു സ്റ്റാർട്ട് യുവർ വർക്ക്, വാട്ട് ടൈം ഡു യു പ്ലേ ഫുട്ബോൾ, വാട്ട് ടൈം ഡു യു വാച്ച് TV, വാട്ട് ടൈം ഡു യു മീറ്റ് യുവർ ഫ്രണ്ട്സ്. ഇങ്ങനെ വെന്നിന് പകരം ഉപയോഗിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വേർ. വേർ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ അല്ലേ? നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് മീൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തെ കുറിച്ച് ചോദിക്കാനാണ് വേർ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ തന്നെയാണ്, ജസ്റ്റ് വേർ ഫ്രണ്ട് കൊടുന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ഫുട്ബോൾ കളിക്കാറുള്ളത്? വേർ ഡു യു പ്ലേ ഫുട്ബോൾ. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? താമസിക്കുക എന്നുള്ളതിന് എന്താ? ലിവ് ആണ്, ലീവ് അല്ല. ലീവ് എന്ന് പറഞ്ഞാൽ അറങ്ങണീനാണ്. ലീവ് ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ്. ലിവ്, ലൈവ് എന്നുള്ള അതേ സ്പെല്ലിംഗ് ആണ്, പക്ഷെ ലിവ് എന്നുള്ളതും രണ്ട് പ്രൊനൗൺസിയേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? വേർ ഡു യു ലിവ്. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നത്? വേർ ഡു യു വർക്ക്. നിങ്ങൾ എവിടെ പഠിക്കുന്നത്? വേർ ഡു യു സ്റ്റഡി. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? വേർ ഡു യു കം ഫ്രം. യു ക്ലിയർ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് അല്ലേ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? യെസ്, നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഡു യു ഡു. ആ ക്വസ്റ്റ്യൻ ഇവിടുന്ന് വന്നതാണ്. ക്ലിയർ? നിങ്ങൾ രാവിലെ എന്താ ചെയ്യല്? വാട്ട് ഡു യു ഡു ഇൻ ദ മോർണിംഗ്. നിങ്ങൾ എന്താ പഠിക്കുന്നത്? വാട്ട് ഡു യു സ്റ്റഡി. നിങ്ങൾ എന്താ ഞായറാഴ്ച ചെയ്യല്? വാട്ട് ഡു യു ഡു ഓൺ സൺഡേ. ഞായറാഴ്ച എന്താണ് ചെയ്യാറുള്ളത്? നിങ്ങൾ ഈവനിങ്ങിൽ എന്താ കഴിക്കാറുള്ളത്? വാട്ട് ഡു യു ഈറ്റ് ഇൻ ദ ഈവനിങ്. ക്ലിയർ? അപ്പോൾ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യനും സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഏതൊക്കെ പറഞ്ഞു? വെന്ന് പറഞ്ഞു, വേർ പറഞ്ഞു, വാട്ട് പറഞ്ഞു അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വൈ എന്നുള്ളത്. വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാരണം ചോദിക്കാൻ, ഒരു റീസൺ ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? വൈ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്. നിങ്ങൾ എന്തിനാണ് എന്നും നേരത്തെ എണീക്കുന്നത്? വൈ ഡു യു ഗെറ്റ് അപ്പ് ഏർലി എവ്രി ഡേ. നിങ്ങൾ എന്തിനാ ക്രിക്കറ്റ് കളിക്കുന്നത്? വൈ ഡു യു പ്ലേ ക്രിക്കറ്റ്. നീ എന്തിനാ എന്നും ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുന്നത്? വൈ ഡു യു ഗോ ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ് എവ്രി ഡേ. അപ്പോൾ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണം ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൽ എന്തില്ല, നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാകാനുള്ള ഇതില്ല. ജസ്റ്റ് ആ ഓർഡറിലേക്ക് വൈ ജസ്റ്റ് മുന്നിൽ കൊടുന്ന് വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് എന്ന് പറയുന്നത്. വിച്ച് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡു വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താണ് എന്നുള്ളതിനാണ് വിച്ച് ഉപയോഗിക്കുക അല്ലെ? ഇപ്പം നിങ്ങൾ ഏത് പത്രമാണ് വായിക്കാറുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ചാനലാണ് നിങ്ങൾ കാണാറുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫുഡാണ് ഇഷ്ടം. അപ്പോൾ വിച്ചിൻ്റെ കൂടെ നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതും കൂടെ വരും.
അതായത് ഇപ്പം നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം, വിച്ച് കളർ, വിച്ചിൻ്റെ കൂടെ എന്താണ് നമ്മൾ ചോദിക്കുന്നത് അതും കൂടെ വരും. വിച്ച് കളർ ഡു യു ലൈക്ക്. നിങ്ങൾ ഏത് ചാനലാണ് നിങ്ങൾ കാണാറുള്ളത്, വിച്ച് ചാനൽ ഡു യു വാച്ച്. അണ്ടർസ്റ്റാൻഡ്? യെസ്. നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്, വിച്ച് സബ്ജക്റ്റ് ഡു യു സ്റ്റഡി. നിങ്ങൾ ഏത് സിമ്മാണ് ഉപയോഗിക്കുന്നത്, വിച്ച് സിം ഡു യു യൂസ്. ഈ വിച്ചിന് പകരമായിട്ട് ചിലപ്പോൾ വാട്ട് വെച്ചിട്ടും ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, വാട്ട് കളർ ഡു യു ലൈക്ക്, വാട്ട് ചാനൽ ഡു യു വാച്ച്, വാട്ട് സബ്ജക്ട് ഡു യു സ്റ്റഡി എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. നിങ്ങൾ ഏത് പത്രമാണ് വായിക്കാറുള്ളത്, വിച്ച് ന്യൂസ് പേപ്പർ ഓർ വാട്ട് ന്യൂസ് പേപ്പർ ഡു യു റീഡ്. രണ്ടും ശരിയാണ്. ഓക്കെ. ദെൻ ഇതിലുള്ള ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൂ. ഇപ്പോൾ വിച്ചിൻ്റെ ഫസ്റ്റ് വരുന്നത് പോലെ ഹൂവിൻ്റെ ലാസ്റ്റ് നമ്മളൊരു വിത്ത് ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾ ആരുടെ കൂടെയാണ് വരാറുള്ളത്, ഹൂ ഡു യു കം വിത്ത്. നിങ്ങൾ ആരുടെ കൂടെയാണ് പോകാറുള്ളത്, ഹൂ ഡു യു ഗോ വിത്ത്. നിങ്ങൾ ആരുടെ കൂടെയാണ് താമസിക്കുന്നത്, ഹൂ ഡു യു ലിവ് വിത്ത്. നിങ്ങൾ ആരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, ഹൂ ഡു യു വർക്ക് വിത്ത്. നിങ്ങൾ ആരുടെ കൂടെയാണ് ലഞ്ച് കഴിക്കാറുള്ളത്, ഹൂ ഡു യു ഹാവ് ലഞ്ച് വിത്ത്. അപ്പോൾ അതിൻ്റെ എൻഡിലൊരു വിത്ത് ചേർക്കണം. ദെൻ ഹൂസ് ആൻഡ് ഹൂം നമ്മൾ അധികം ഈ ഒരു ഏരിയയിൽ ഉപയോഗിക്കുന്നില്ല. അത് നമുക്ക് മറ്റൊരു സിറ്റുവേഷനിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ എന്നുള്ളത്. ഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യെസ്, എങ്ങനെ. അല്ലെ, ഇപ്പം നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വരാറുള്ളത്, എങ്ങനെ ചോദിക്കുക, ഹൗ ഡു യു കം ഹിയർ. നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ പോകാറുള്ളത്, ഹൗ ഡു യു ഗോ ഹോം. നിങ്ങൾ എങ്ങനെയാണ് ഓഫീസിൽ പോകാറുള്ളത്, ഹൗ ഡു യു ഗോ ടു ഓഫീസ്. നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിൽ പോകാറുള്ളത്, ഹൗ ഡു യു ഗോ ടു മാർക്കറ്റ്. ശ്രദ്ധിക്കുക, ഹോമിൻ്റെ കൂടെ നമ്മൾ ടു ചേർക്കാറില്ല. അത് ഇംഗ്ലീഷിലുള്ളൊരു റൂളാണ്. ഗോ ഹോം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസിന് ദർ ഇസ് നോ കൺഫ്യൂഷൻ. എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കലെന്നാണെങ്കിൽ എങ്ങനെ ചോദിക്കുക, ഹൗ ഡു യു മേക്ക് ബിരിയാണി. ഇറ്റ്സ് വെരി ഈസി. നിങ്ങൾ എങ്ങനെ ഇത് കളിക്കൽ, ഹൗ ഡു യു പ്ലേ ദിസ്. യു ഗോട്ട് ദ ഐഡിയ? യെസ്. നെക്സ്റ്റ് വൺ ആണ് ഹൗ മെനി. ഹൗ മെനി നമ്മൾ വിച്ച് പറഞ്ഞതുപോലെയാണ്. എത്ര എണ്ണം എന്നുള്ളതാണ് ഹൗ മെനി. അപ്പോൾ എത്ര എണ്ണം എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അതും കൂടെ ഫ്രണ്ടിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട്, ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്. എണ്ണാൻ പറ്റുന്നതാണ് ഹൗ മെനിയിൽ ഉപയോഗിക്കുക. നിങ്ങൾ എത്ര ചാനൽ കാണലുണ്ട്, ഹൗ മെനി ചാനൽസ് ഡു യു വാച്ച്. നിങ്ങൾക്ക് എത്ര ബൈക്ക് ഉണ്ട്, ഹൗ മെനി ബൈക്സ് ഡു യു ഹാവ്. നിങ്ങൾ എത്ര സിം ഉപയോഗിക്കുന്നുണ്ട്, ഹൗ മെനി സിംസ് ഡു യു യൂസ്. ക്ലിയർ? വിച്ചിന് പറഞ്ഞ പോലെ തന്നെ എന്താണോ എന്നുള്ളത് ഫ്രണ്ടിൽ വരും. ഹൗ മച്ചും അതുപോലെ തന്നെയാണ്. പക്ഷെ എണ്ണാൻ പറ്റാത്തതാണ് ഹൗ മച്ച് വെച്ചിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര വെള്ളം കുടിക്കാറുണ്ട്, ഹൗ മച്ച് വാട്ടർ ഡു യു ഡ്രിങ്ക്. കാരണം വെള്ളം എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റില്ല. നിങ്ങൾ എത്ര സമയം കളിക്കാറുണ്ട്, ഹൗ മച്ച് ടൈം ഡു യു പ്ലേ. നിങ്ങൾ എത്രത്തോളം പണം ചെലവഴിക്കാറുണ്ട്, ഹൗ മച്ച് മണി ഡു യു സ്പെൻഡ്. ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ ടൈമോ അല്ലെങ്കിൽ മണി അവിടെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഹൗ മച്ച് ഡു യു സ്പെൻഡ് എന്ന് ചോദിക്കാറുണ്ട്. അത് ആ സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാവും അത് പൈസയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സമയത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഹൗ മച്ച് ഫുഡ് ഡു യു ഹാവ്. നിങ്ങൾ എത്ര ഫുഡ് കഴിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഹൗ മെനിയുടെയും ഹൗ മച്ചിൻ്റെയും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ വിച്ചിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ആ സാധനം അവിടെ ഫ്രണ്ടിൽ, ആ നൗൺ അവിടെ ഫ്രണ്ടിൽ കയറി വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ ലോങ്ങും ഹൗ ഫാറും നമ്മളിവിടെ അധികം ഉപയോഗിക്കാറില്ല. അതും നമുക്ക് നേരത്തെ ഹൂസ് ആൻഡ് ഹും പറഞ്ഞതുപോലെ പിന്നീട് ഒരു സിറ്റുവേഷനിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഹൗ ഓഫൺ എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ടി വി കാണാറുണ്ടോ. അപ്പോൾ കാണലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എത്രമാത്രം കാണലുണ്ട്. കാരണം പല ആളുകളും പല രീതിയിലാവും. എല്ലാ ദിവസവും ആഴ്ചയിലും മാസത്തിലും അങ്ങനെയൊക്കെ കാണുന്ന ആളുകളുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ സിനിമക്ക് പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ സിനിമക്കും പോകുന്നവരുണ്ടാവും. അപ്പോൾ ആ തോത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹൗ ഓഫൺ എന്നുള്ളത്. ഹൗ ഓഫൺ മീൻസ് വെരി ഈസിയാണ്. ഹൗ ഓഫൺ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗ ഓഫണിന് മുന്നേ കൊടുന്ന് വെച്ചാൽ മതി. ഹൗ ഓഫൺ ഡു യു വാച്ച് ടി വി, ഹൗ ഓഫൺ ഡു യു മീറ്റ് യുവർ ഫ്രണ്ട്സ്, ഹൗ ഓഫൺ ഡു യു ഗോ ടു ദ സിനിമ, ഹൗ ഓഫൺ ഡു യു ഈറ്റ് ബിരിയാണി. കൊടുത്ത ഐഡിയ? യെസ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഈസിയാണ്. നമ്മൾ ഓൾറെഡി എസ് പറഞ്ഞ ക്വസ്റ്റ്യൻ പഠിച്ചു. അതിന് മുന്നിൽ എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചാൽ മതി. അതാണ് ബേസിക് സ്ട്രക്ചർ. 1-2 ക്വസ്റ്റ്യൻസിന് ചെറിയ മാറ്റമുണ്ട്. വിച്ച്, ഹൗ മച്ച്, ഹൗ മെനി എന്നുള്ള ക്വസ്റ്റ്യൻസിന് എന്താണോ അതും കൂടെ അതിൻ്റെ കൂടെ വരും. ആൻഡ് ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ അതിൻ്റെ എൻഡിൽ വരും.
ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ഇതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ ആൻസേഴ്സ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ ദാറ്റ്സ് ഫോർ ടുഡേ. See you next time. Have a nice day. For more updates, youtube.com/.edu